ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു നല്ല നാളികേരം അരച്ച അയിലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നാളികേരത്തിലേക്ക് പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരയ്ക്കണം. നല്ല പശ പോലെ അരിഞ്ഞെടുക്കണം. നമുക്ക് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട്, സവാള നല്ലോണം വഴലുന്നില്ല, കുറച്ചൊന്ന് ഇതായതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി പക്ഷെ നല്ലോണം വഴന്ന് കിട്ടണം. ഇതുപോലെ ആയി കിട്ടണം തക്കാളി. എന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നാളികേരം ഒഴിച്ച് കൊടുക്കാം. നാളികേരം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുടംപുളിയാണ് ഇട്ടിട്ടുള്ളത്. പുളി പുതിർത്തി വെച്ച വെള്ളവും ഞാനതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ചുകൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫിഷ് മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതിന് നല്ലോണം തിളയ്ക്കാൻ വെക്കാം. നല്ലോണം തിളച്ച് ഇതിൻ്റെ എണ്ണ മുകളിൽ തെളിയുന്ന വരെ നമുക്കിത് വറ്റിച്ചെടുക്കണം. ഇപ്പം കണ്ടില്ലേ, നല്ലോണം എണ്ണ മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പം ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വെച്ച ഫിഷ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കറിയെല്ലാം നല്ല വറ്റി, മീനൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി കറിവേപ്പിലൊക്കെ ചേർത്ത് ആക്കി നമുക്ക് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാം. ഇനി നമുക്കത് വറവ് തയ്യാറാക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകും കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയുള്ളി ചേർത്ത് അത് ഒന്ന് നന്നായിട്ട് വരിഞ്ഞ് വരട്ടെ. അതിലേക്ക് ചുവന്ന മുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി, ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നേ, അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറവ് ഒഴിച്ചതിന് ശേഷം കറി നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് അടച്ചു വെക്കാം. ഇപ്പോഴിതാ നല്ല നാളികേരം അരച്ച അയിലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കണം. താങ്ക് യു.